നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നിവേദനം തയ്യാറാക്കുന്ന ചോദ്യം. മക്കളെ, ഔദ്യോഗികമായി ഒരു പ്രശ്നത്തിന് പരിഹാരം നൽകാൻ വേണ്ടി, ഒരു പരിഹാരം കാണാൻ വേണ്ടി നമ്മൾ അയക്കുന്ന കത്തുകളാണ് നിവേദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അയക്കുന്നത് അധികാരികൾക്കാണ്. പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, കളക്ടർ, അതുപോലെ ഓരോ അധികാരികൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വിഷയത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിവേദനങ്ങൾ അയക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു നിവേദനം തയ്യാറാക്കുന്ന ഫോർമാറ്റ്, അതിന്റെ ഘടന പഠിക്കുകയാണ്. മക്കളെ കണ്ടോ, നിങ്ങളുടെ പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുൻനിർത്തി ഒരു നിവേദനം തയ്യാറാക്കുക. ഇതാണ് ചോദ്യം. നിങ്ങളുടെ പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ മുൻനിർത്തി ഒരു നിവേദനം തയ്യാറാക്കണം. മക്കൾ, ഒരു നിവേദനം തയ്യാറാക്കുമ്പോൾ നമ്മൾ തയ്യാറാക്കുന്ന വ്യക്തിയെ നമ്മൾ പ്രേഷിതാവ് എന്ന് വിളിക്കുന്നു. ആരാണോ നിവേദനം തയ്യാറാക്കുന്നത് അദ്ദേഹത്തെയാണ് എന്ത് വിളിക്കുന്നത്, പ്രേഷിതാവ്. അപ്പോൾ ഇവിടെ നമ്മളാണ് പരീക്ഷയ്ക്ക് നിവേദനം തയ്യാറാക്കുന്നെങ്കിൽ നമ്മളാണ് എന്ത്, പ്രേഷിതാവ്. അപ്പോൾ നിവേദനത്തിന്റെ ഘടനയിൽ ആദ്യം എന്ത് ചെയ്യണം, പ്രേഷിതാവ് എന്നെഴുതി നമ്മളുടെ പേരും വിലാസവും എന്ത് ചെയ്യണം, എഴുതണം. ഇനി ആർക്കാണോ നിവേദനം കൊടുക്കുന്നത് അദ്ദേഹത്തെ നമ്മൾ സ്വീകർത്താവ് എന്ന് പറയുന്നു. ആ അധികാരിയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്വീകർത്താവ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, രണ്ടാമത് സ്വീകർത്താവ് എന്ന് എഴുതി ആർക്കാണോ നിവേദനം കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു വിലാസം, അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വിലാസം, ഒഫീഷ്യലായിട്ടുള്ള വിലാസം എന്ത് ചെയ്യുന്നു, കൊടുക്കുന്നു. അതിനുശേഷം വിഷയം, എന്താണ് നിങ്ങളുടെ വിഷയം, ഇവിടെ എന്താ, നിങ്ങളുടെ പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് വിഷയമായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, വിഷയം എന്നെഴുതി നമുക്ക് എന്ത് ചെയ്യാം, നമുക്കത് കൊടുക്കാം. ഞങ്ങളുടെ പ്രദേശത്തെ പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ നിവേദനത്തിലെ വിഷയം. അതെന്ത് ചെയ്യുന്നു, അത് നമ്മൾ എഴുതുന്നു. ഞങ്ങളുടെ പ്രദേശം നേരിടുന്ന പ്രാദേശിക പ്രശ്നങ്ങൾ മുൻനിർത്തിയുള്ള നിവേദനം. അടുത്തത് എന്താണ്, അടുത്തത് അഭിസംബോധനയാണ്. നമ്മളൊരു അധികാരിക്ക്, ഒരു ഉദ്യോഗസ്ഥനാണ് എന്ത് ചെയ്യുന്നത്, നിവേദനം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപൂർവ്വം, ബഹുമാനപ്പെട്ട എന്നിങ്ങനെയുള്ള അഭിസംബോധനകളാണ് ഉപയോഗിക്കേണ്ടത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ഓഫീസ് എന്ന് കൊടുത്തു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മുൻപാകെ ബോധിപ്പിക്കുന്ന നിവേദനം. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ബഹുമാനപ്പെട്ട നിലയിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ എഴുതുന്നു. ഇനി എന്താണ്, ഇനി സർ എന്നെഴുതി നമ്മൾ എന്ത് ചെയ്യാണ്, വിഷയത്തിന്റെ അവതരണമാണ്. എന്താണ് വിഷയം, സർ, ഞങ്ങളുടെ പ്രദേശത്തുള്ള ജലാശയങ്ങൾ എല്ലാം തന്നെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. പ്രദേശത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തിച്ചേരുന്ന യുവജനങ്ങൾ ഉൾപ്പെടെയുള്ളവർ കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും മറ്റും ജലാശയത്തിലേക്ക് വലിച്ചെറിയുകയും മലിനീകരണത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ജലമലിനീകരണം നടക്കുന്നതിനാൽ ജലജീവികൾ ഇവിടെ അന്യമാകുന്നു. കുട്ടികൾക്കും പ്രായമുള്ളവർക്കും അസുഖം വ്യാപകമാകുന്നു. എത്രയും വേഗം ഇതിന് പരിഹാരം കാണാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വിനീതപൂർവ്വം അപേക്ഷിക്കുന്നു. ഒരു നിവേദനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. ഒരു പരിഹാരം കാണാനുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഏറ്റവും അവസാനം നമ്മൾ കൊടുക്കണം. അതിനുശേഷം വിശ്വസ്തയോടെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മുടെ പേരും അതുപോലെ നമ്മൾ അഡ്രസ്സ് എഴുതുന്നു. ഇടത്തെ ഭാഗത്ത് ഇവിടെയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തീയതി എഴുതാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഉപസംഹാരം, തീയതി. നമ്മുടെ നിവേദനത്തിൽ ശ്രദ്ധിക്കേണ്ടത്, പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ചോദ്യമാണ് നിവേദനം. എന്ത് ചെയ്യരുത്, മിസ്സാക്കി കളയരുത്. ഓൾ ദി ബെസ്റ്റ്.